നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പൊയ്ക്കോ, എന്റെ കൺമുന്നിന്ന് പൊയ്ക്കോ. നീ കാര്യം എന്താന്ന് പറ യശോദേ. എനിക്ക് ചത്താ മതി അമ്മ. ഉറങ്ങിയില്ലേ? ഏയ് ഇല്ല, ഞാനേ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ. ശരിയാ, വെള്ളം കുടിക്കേണ്ട അവസ്ഥയാ ഇപ്പൊ ഏട്ടത്തിക്ക്, അല്ലേ വരുൺ? അതെ പ്രിയങ്ക, നമ്മുടെ ഈ സാധാരണ വലിയ വീട്ടിലെ കുട്ടികൾ പുറത്തു പോകുമ്പോഴേ ഒരു ഗൺമാനെ നിയോഗിക്കും അവരുടെ സുരക്ഷയ്ക്ക്. ഇവിടെ നമ്മുടെ സുരക്ഷ നോക്കുന്നത് ഏട്ടത്തിയാ. പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ, ഏട്ടത്തിക്ക് ശമ്പളവും വേണ്ട, യൂണിഫോമും വേണ്ട. അല്ല ഏട്ടത്തി, ഏട്ടത്തി ഏട്ടത്തി വെള്ളം കുടിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഏട്ടത്തിക്ക് ഒരു തോന്നലുണ്ട്, ഏട്ടത്തി മിടുക്കിയാണെന്ന്. ആ തോന്നലുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏട്ടത്തിക്ക് മാത്രമേ മിടുക്കുള്ളൂ എന്ന് ചിന്തിക്കുന്നതാ കുഴപ്പം. പോട്ടെ ഏട്ടത്തി, വരുൺ ഞാനില്ലാതെ ഉറങ്ങില്ല. എന്താ സംഭവിച്ചതെന്നറിയില്ല, പക്ഷെ ഞാനത് കണ്ടുപിടിക്കും. ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങള് എല്ലാവരെയും ഞാൻ അറിയിക്കും. നമ്മൾ ഒന്നിച്ച് പ്രിയങ്ക കണ്ടാലും കാണട്ടെ എന്നങ്ങ് വിചാരിക്കണം. പ്രിയങ്കയല്ല, ഈ ലോകത്ത് ആര് കണ്ടാലും എനിക്കത് പ്രശ്നമല്ല. ഇതെന്റെ അവകാശമാണ്. താലി കിട്ടിയ പെണ്ണിനെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ അവകാശമാണ്. ഞാൻ കുറച്ച് ദൂരെയാണ്, എനിക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ കൂടെ. യശോദേ, താനെന്താ ഇവിടെ വന്നിരിക്കുന്നു? ഏയ് ഒന്നുമില്ല. യശോദേ, അവിടെ നിൽക്കുക. യശോദേ, എന്താ ഉണ്ടായത്? അവിടെ നിൽക്കുക. യശോദേ, അമ്മേ, യശോദേ, അമ്മേ, രാധികേ, ആരെങ്കിലും കൊണ്ട് വരിക. യശോദേ, അയ്യോ, എന്തു പറ്റിയടാ യശോദേ, യശോദേ, എന്തു പറ്റിയടാ? ഞാൻ വരുമ്പോ യശോദ പുറത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് ബോധം കെട്ട് വീഴുകയായിരുന്നു. യശോദേ, മോളെ കുറച്ച് വെള്ളം എടുത്തേ. യശോദേ, 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 മോളെ യശോദേ, പെട്ടെന്ന്. മോളെ, യശോദേ, കണ്ണു തുറക്ക് മോളെ. യശോദേ, 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 കണ്ണു തുറക്ക്. അച്ഛാ, അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. അമ്മയ്ക്ക് തീരെ വയ്യെന്ന് തോന്നുന്നു. ഞാൻ ഒരു വണ്ടി വിളിച്ചിട്ട് വരാം. യശോദേ, മോളെ, അമ്മ കണ്ണു തുറ. യശോദേ, കണ്ണു തുറക്ക് മോളെ. അമ്മ, യശോദേ, കുറച്ച് വെള്ളം കൂടി തളിക്ക്. യശോദേ, യശോദേ, അമ്മ, എന്താടി, എന്താ പറ്റിയെന്ന് നിനക്ക്? ദേവേട്ടൻ എവിടെ? നീ അനങ്ങാതെ കിടക്കുന്നു കണ്ടപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വണ്ടി വിളിക്കാൻ പോയി. വണ്ടി വിളിക്കണ്ടെന്ന് വിളിച്ചു പറ.
എനിക്ക് എങ്ങോട്ടും പോണ്ട. ആദ്യം നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. കുറച്ച് വെള്ളം കുടിക്ക്. ഡേ, വെള്ളം എടുത്ത് കൊടുക്കണി. ഇങ്ങോട്ട് കൊണ്ട് കൊടുക്കണി. അമ്മ കുടി, കുറച്ച് വെള്ളം കുടിക്ക്. കുടിക്ക കുടിക്കമ്മ. എന്താടി, ഇവളുടെ എന്തെങ്കിലും പ്രവൃത്തി കാരണമാണോ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? പൊയ്ക്കോ, എന്റെ കൺമുന്നിന്ന് പൊയ്ക്കോ. നീ കാര്യം എന്താന്ന് പറ യശോദേ. എനിക്ക് ചത്താ മതി അമ്മ. എന്തിനാടേ ഇവിടെ വായും പൊളിച്ചിരിക്കുന്നത്? നിന്നെ കാണണ്ടെന്ന് ഇവള് പറഞ്ഞു കഴിഞ്ഞില്ലയോ? അല്ലെങ്കിലും എനിക്കറിയാം, വെള്ളവും വറ്റും തന്നവരെ ഓരോരുത്തരെ ആയിട്ട് നീ കൊന്നൊടുക്കും. ദേവേട്ടനെ വിളിക്കമ്മേ, എനിക്ക് ഒരിടത്തും പോണ്ടെന്ന് പറ. ആദ്യം നീ കാര്യം എന്താന്ന് പറ. ആരും ഒന്നും അറിയണ്ട, അത് എന്റെ ഉള്ളിലിരുന്ന് നീറിക്കോട്ടെ. അതെന്നെ കൊന്നോട്ടെ. യശോദേ, എണീറ്റ് പോടി. എണീറ്റ് പോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.